കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ കാണിക്കുന്ന മുത്തശ്ശനും മുത്തശ്ശിയും സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഈ സമയത്താണ് ആദർശ് അങ്ങോട്ട് കടന്നു ചെല്ലുന്നത്. ആദർശ് എന്നിട്ട് ചോദിച്ചു, അല്ല രണ്ടുപേരും കൂടെ ഭയങ്കര ചർച്ചയിലാണെന്ന് തോന്നല്ലോ. ഞങ്ങള് നിന്റെ ഭാര്യനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. എന്തു പറ്റി, അവൾ ഇവിടെ ഇല്ലാത്തോണ്ട് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്ന് മുത്തശ്ശനോട് ചോദിക്കുകയാണ്. ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഞങ്ങൾ അതൊക്കെ മാനേജ് ചെയ്തോളാന്ന് പറയാം. അല്ല മുത്തശ്ശന് ഇനിയിപ്പം വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവളെ ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചോളാൻ പറയാം, എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറയാം. ഓഹോ അങ്ങനെയാണല്ലേ, അല്ല ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് അവളെ തിരിച്ചു വിളിക്കേണ്ട ആവശ്യമില്ലെന്ന് പറയാം. ആദർശ് പെട്ടു. പിന്നീട് പറഞ്ഞു, ഇനിയിപ്പം നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ അവരെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാൻ പറയണം. എനിക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല, എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമില്ല, അവളവിടെ നിൽക്കട്ടെ, എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വന്നാൽ മതി. അല്ലെങ്കിലും എന്നോട് ചോദിക്കാതെ അല്ലേ അവള് പോയത്. കല്യാണം വിളിക്കാൻ പോയപ്പോൾ അവൾ അവിടെ നിന്നു. അതെ ഞങ്ങളാ നൈനമോളോട് പറഞ്ഞ് അവിടെ പോയി കുറച്ചു ദിവസം നിന്നോളാൻ പറഞ്ഞ്. ഈ സമയം മുത്തശ്ശി പറഞ്ഞു, കല്യാണം കഴിഞ്ഞിട്ട് പണ്ടത്തെ പെണ്ണുങ്ങളെ വീട്ടിലിങ്ങനെ നിൽക്കുന്നത്, ഇപ്പോഴങ്ങനെയൊന്നും അല്ല. ഇപ്പം ഭർത്താക്കന്മാരുടെ വീട്ടിൽ നിപ്പ് കുറവാ, ഇടയ്ക്കിടയ്ക്ക് സ്വന്തം വീട്ടിലേക്കും പോവാറുണ്ട്, അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ പ്രത്യേകിച്ച് നയനമോളെ പോലെ കഴിവുള്ള കുട്ടി അവളുടെ ഇങ്ങനെ ഇവിടെ ഇട്ട് തളയ്ക്കേണ്ട കാര്യമില്ല, അവൾക്ക് അവളുടേതായ സ്വാതന്ത്ര്യമൊക്കെ വേണ്ടേ. അവൾ ഈ കുടുംബത്തിലേക്ക് കയറി വന്നേ പിന്നെ ഒരു അടുക്കളക്കാരിയായിട്ടല്ല ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ അവളെ ഒരു ഭാര്യയായിട്ടെങ്കിലും നീ അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക. ആദർശപ്പെട്ടു. ആദർശന് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഈ സമയം മുത്തശ്ശൻ ചോദിച്ചു, അല്ല ഇപ്പം നിനക്ക് നല്ല ഉറക്കമൊക്കെ കിട്ടുന്നുണ്ടോന്ന് ചോദിക്കുക. പിന്നെ ഉറക്കം കിട്ടുന്നുണ്ടോന്നോ, രാത്രി നല്ല കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങണേ. ആഹാ അപ്പൊ നിന്റെ കൂർക്കം വലി എതിരായിട്ട് മാറിയില്ലെന്ന് മുത്തശ്ശി ചോദിക്കുക. അല്ല അത് പിന്നെ അപ്പൊ നയന എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, അതാണ് കാര്യം. അല്ല മുത്തശ്ശിയോട് ആരാ ഇതിനെക്കുറിച്ച് പറഞ്ഞേ? നയനയാണ് പറഞ്ഞു നിൽക്കും. മോളെ എപ്പോഴോ എന്ന് പറഞ്ഞ പോലെ തോന്നുന്നു. അപ്പൊ നിന്റെ കൂറക്കമ്മല് സഹിക്കാൻ വയ്യാതെ ആയിരിക്കും നയനമോട് വീട്ടിലേക്ക് പോയതല്ലേ എന്ന് ചോദിക്കാൻ. അങ്ങനെയൊന്നുമില്ല മുത്തശ്ശി, അതൊക്കെ പണ്ടായിരുന്നു, ഇപ്പോഴങ്ങനെയൊന്നുമില്ല, ഇപ്പൊ അങ്ങനെ വലിയ എനിക്ക് കൂറക്കമ്മലും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറയാം. ഈ സമയം മുത്തശ്ശൻ പറയാം, എന്നാ ശരിയെന്നാ നിനക്ക് വേണമെങ്കിൽ നീ കൂട്ടിക്കൊണ്ട് വരെ, ഞങ്ങളായിട്ട് അവളെ കൂട്ടിക്കൊണ്ട് വരാൻ പോകുന്നില്ല. അവള് കുറച്ചു ദിവസം അവിടെ നിൽക്കട്ടെ, അവൾക്ക് എപ്പോഴാ വരാൻ തോന്നെങ്കിൽ അവള് വന്നാ മതി, അല്ലാതെ ഇങ്ങോട്ട് വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലല്ലോ, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ തന്നെ നോക്കിക്കോളാന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ആദർശിന്റെ എല്ലാ പ്രതീക്ഷയും പോയി. മുത്തശ്ശി എന്ന് ചാക്കിട്ട് നയനെ എങ്ങനെയല്ലേ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാന്നൊരു പ്രതീക്ഷയായിരുന്നു, ആ പ്രതീക്ഷ അങ്ങനെ അസ്തമിച്ചു പോവാണ്. പിന്നീട് ആദർശ് നേരെ ചെല്ലുന്ന ദേവേനയുടെ മുറിയിലേക്ക്. അപ്പൊ ദേവേനി നല്ല ഉറക്കമായിരുന്നു കിടന്നിട്ട്, എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. അമ്മയെന്ന് പറഞ്ഞ് ഞങ്ങൾ ചെന്ന് വിളിക്കുവാടാ. എന്താടാ എന്താ ചാടി ഇങ്ങോട്ട് എഴുന്നേക്കുക, നീ എന്തിനാ ഇപ്പൊ എന്നെ വിളിച്ചേ? മനുഷ്യനാണ് രാത്രി പണിയെടുത്ത് നടു പൊടിഞ്ഞ് കിടക്കുക, കിടന്നു കഴിഞ്ഞപ്പോ 10-12 മണിയായി അറിയാവോ, രാത്രിയിലുള്ള പാത്രം തേച്ച് ആ സമയത്താ ജോലികളൊക്കെ ഒന്ന് തീർന്നേ. അല്ലമ്മേ ഇപ്പൊ സമയം എന്തായെന്ന് അമ്മയ്ക്കറിയാം, 8 മണിയായോ, എന്നിട്ട് നീ എന്നെ നേരത്തെ വിളിക്കായിരുന്നേ? കൊള്ളാം, ഇപ്പൊ തന്നെ വിളിച്ചപ്പോ അമ്മ ഇങ്ങനെ ചോദിച്ചേ, അപ്പൊ പിന്നെ 8 മണി ഇതിന് മുമ്പ് എങ്ങാനും വിളിച്ചായിരുന്നെങ്കിലോ അമ്മ എന്നോട് എന്താ പറയാ? എന്റെ പൊന്നേടാ അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അമ്മ 8 മണിക്ക് എല്ലാവരും ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണല്ലേ, അതുകൊണ്ടാ ഞാൻ അമ്മേനെ വിളിച്ചതെന്ന് പറയും. എന്റെ ദൈവമേ, അതെ അവിടെ കനകാന്റെ അടുക്കള കയറിയിരിക്കുക, അവളോട് ആരെ പറഞ്ഞ അടുക്കള കയറാനിട്ട്? അല്ലമ്മേ അമ്മയ്ക്കൊക്കെ മേലെങ്കിൽ പിന്നെ അവര് അടുക്കള കയറാൻ തടയേണ്ട ആവശ്യമുണ്ട്? അതിന്റെ ആവശ്യമൊന്നുമില്ല. അവരടുക്കള കയറേണ്ട ആവശ്യമൊന്നുമില്ല, ഞാനും ജലജയുണ്ട്, ഞങ്ങൾ രണ്ടുപേരും ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്തോളാം. അല്ലമ്മേ അങ്ങനെയാണെങ്കിൽ നയനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുവാണെങ്കിൽ പ്രശ്നങ്ങളൊക്കെ തീരുവല്ലേ, അന്നൊരു കാര്യം ചെയ്യാം, നിനക്ക് ആവശ്യം നീ പോയി കൂട്ടിക്കൊണ്ട് പോവാ എന്ന് പറയണ. അല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇനിയിപ്പൊ അമ്മയ്ക്ക് വേണമെങ്കിൽ അമ്മ കൂട്ടിക്കൊണ്ട് വന്നാൽ മതി എന്ന് പറയാം. ഇത് കേട്ടപ്പം ദേവേനിക്ക് വല്ലാത്തൊരു ക്ഷേമമായിപ്പോയി. അല്ല പിന്നെ ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ, ഇനിയിപ്പം പറ്റത്തില്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചെന്നുള്ളെന്ന് പറഞ്ഞു. ദേവേന കിടന്ന് ഉരുണ്ട് കളിക്കുക. ദേവേനിക്ക് നയന ഇങ്ങോട്ട് വന്നാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷെ അതങ്ങനെ പബ്ലിക്കായിട്ട് ആദർശോട് പറയാൻ പറ്റില്ലോ, അവന്റെ മുന്നിൽ താഴ്ന്നു കൊടുക്കാൻ പറ്റില്ലോ. പിന്നീട് ദേവേന പറഞ്ഞു, അല്ലേ അവളൊന്നും വരുവൊന്നും വേണ്ട, എനിക്കറിയാം ചെയ്യാനായിട്ട്, എന്നാ മീനാക്ഷി ചേച്ചിയോട് വരാൻ പറയട്ടെ. ഒരു മീനാക്ഷി ചേച്ചിയുടെ ആവശ്യമില്ല, എനിക്കും ജലജിക്കും ചെയ്യാനുള്ള പണിയുള്ളൂ. അല്ല അമ്മയ്ക്ക് ഇങ്ങനെ വയ്യാന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ തന്നെ അമ്മ കണ്ട പണിയെടുത്ത് മടുത്തില്ലേ, അതാ ഞാൻ പറഞ്ഞേ. അതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയാം. ശരി എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് അങ്ങോട്ട് പോവാണ്. ദേവേനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായിപ്പോയി. ദേവേന എന്ത് ചെയ്യണം, പിന്നെ നേരെ അടുക്കളയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. ഈ സമയം കനക അടുക്കളയില് ജോലി ചെയ്തോണ്ടിരിക്കുന്നത്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാവണമല്ലോ. പെട്ടെന്ന് എന്നിട്ട് നിന്നെ ആരുടെ ഇങ്ങോട്ട് അടുക്കളയിൽ കയറാൻ പറഞ്ഞെന്ന് ചോദിക്കാം. ഞാൻ അടുക്കള കയറിയില്ലെങ്കിലേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ? ഇപ്പഴാ ഈ സമയത്ത് എഴുന്നേറ്റ് വരുന്നെങ്കിൽ കഴിക്കാൻ സമയം 10 മണി കഴിയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോ, പിന്നെ എപ്പോഴാ ഉച്ചക്കത്തെ ആഹാരമൊക്കെ ഉണ്ടാക്കണേ? അതുകൊണ്ടായിരിക്കും ഇല്ലേ. നീയാ ഇനിയിപ്പോ ചെയ്തതെന്ന് അറിയിക്കാൻ വേണ്ടിട്ട് അടുക്കളയിലേക്ക് അങ്ങോട്ട് കയറിയതായിരിക്കില്ലേ? അങ്ങനെയൊന്നും ഇല്ല, അത് നയനമോൾ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഇതെല്ലാം നയനമോള് തന്നെ ചെയ്തോണ്ടിരുന്നേ,
അപ്പൊ ആർക്കും ഒരു വിലയില്ലായിരുന്നു. പിന്നെ ഒരു നയനമോള് വന്നിരിക്കുന്നു, അവളില്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കും. അങ്ങനെ പറയരുത്. അവളില്ലെങ്കിലും കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞിട്ടാണോ സ്വന്തം മകന്റെ കാച്ച എണ്ണ വരെ തീർന്നേ, എന്നിട്ട് അറിഞ്ഞോന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പോ ദേവയാൻ്റെ ഒരു ഞെട്ടുണ്ടായി. അല്ല അത് പിന്നെ അല്ല അതൊക്കെ നയനമോളാണ്, കൃത്യം തന്നെ അതെല്ലാം ചെയ്തു വെക്കും. പക്ഷേങ്കിലോ ഇപ്പോഴാണെങ്കിൽ അമ്മയ്ക്ക് അതറിയത്തും കൂടി ഇല്ല. സാധാരണഗതിയിൽ കല്യാണത്തിന് മുമ്പ് അമ്മമാരെല്ലാം മക്കളുടെ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കല്യാണത്തിന് ശേഷം ഭാര്യമാരായിരിക്കും. അപ്പൊ അമ്മയുടെ വില അറിയത്തില്ല. പക്ഷെ കുറെ കല്യാണം കഴിഞ്ഞ് കുറെ സമയം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഭാര്യമാരൊക്കെ വന്നു കഴിഞ്ഞ് ചില സമയത്ത് അമ്മമാരുടെ വില മക്കളും മനസ്സിലാക്കാറുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞാലും കാര്യം മനസ്സിലായെന്ന് ചോദിക്കുകയാണ്. ആ സമയം ദേവയാനിക്ക് മനസ്സിലായി, ശരിക്കും ഇവള് തനിക്കിട്ടൊരു പണി തന്നതാണ്. കാരണം താനിപ്പോ ആദർശിന്റെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാനിപ്പോ ശ്രദ്ധിക്കാറേ ഇല്ലായിരുന്നു. എല്ലാ കാര്യങ്ങളും അവളായിരുന്നു ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. അല്ല പിന്നെ എനിക്കിപ്പോ അവള് വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അവളവിടെ നിന്നോട്ടെ, ഞാനും ജലജയും കൂടി ഇവിടുത്തെ പണികളൊക്കെ ചെയ്തോളാം. അത് മാത്രമല്ല ആദർശ് അവളും ഇവിടെ ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയാം. അങ്ങനെ പറയരുത്. ആദർശ് നയനമോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നേ. അതെന്താ നീ അങ്ങനെ പറഞ്ഞു? നിന്നോട് വല്ല അവനും പറഞ്ഞു എന്ന് ചോദിക്കണം. പറഞ്ഞൊന്നുമില്ല, എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഓരോരുത്തരുടെ മുഖം കണ്ടാ അറിയാം, അവരുടെ മനസ്സ് വായിക്കാൻ നമുക്ക് പറ്റുമെന്ന് അറിയാം. അന്നാ ഒരു കാര്യം ചെയ്യ്, അത്രയ്ക്ക് ഇതാണെങ്കിൽ നീ അവളെ ഇങ്ങോട്ട് വിളിക്കാൻ പറയാണ്. ഞാനെന്തിനാ വിളിക്കണേ? ഞാനല്ലല്ലോ വിളിക്കേണ്ട ആള്. ഒന്നെങ്കിൽ ദേവേനെ വിളിക്കുക, അല്ലെങ്കിൽ ആദർശ് പോയി വിളിച്ചോണ്ട് വാ. ഈ രണ്ടിലാണെങ്കിലേ വിളിക്കണ്ടേ, അല്ല എനിക്ക് വിളിക്കേണ്ട ആവശ്യമില്ലോ എന്ന് പറയാം. പറഞ്ഞോണ്ട് ദേവേനെ പറഞ്ഞു, നീ അങ്ങ് അടുക്കള കയറണ്ട, ഇനി ഞങ്ങൾ കയറിക്കോളാന്ന് പറഞ്ഞോണ്ട് ദേവേനെ ഇങ്ങോട്ട് പോവാ. ഈ സമയം കനക പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾക്ക് എപ്പോഴാ തോന്നുന്നെങ്കിൽ അപ്പം വിളിച്ചാൽ മതി, എന്റെ നയനമോൾ അവിടെ നിന്നോട്ടെ എന്ന് പറയാ. ഇനിയിപ്പം ഞാനായിട്ട് അവളെ വിളിക്കാനൊന്നും പോകുന്നില്ലെന്ന് പറയാം. ഭയങ്കര സങ്കടവും ദേഷ്യമായിപ്പോയി ദേവേനിക്ക്. ദേവേനെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും ഹാളിലെ സെറ്റിയില് നീണ്ട് വിശാലമായിട്ട് കിടന്ന് ഉറങ്ങുമായിരുന്നു. ജലജയ്ക്കാണ് ഉറക്കം വന്നിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് വീണ്ടും അവിടെ വന്ന് കിടന്ന് ഉറങ്ങുവാണ്. ദേവേനെ അങ്ങോട്ട് ചെന്നിട്ട് ഇടി ജലജ എന്ന് പറഞ്ഞ് വിളിക്കുവാണ്. എന്താ അടുത്ത കാര്യം? മനുഷ്യനൊന്നും ഉറങ്ങാനും സമ്മതിക്കത്തില്ലേ? ആഹാ, മുറി കിടന്ന് ഉറങ്ങിയത് പോരാഞ്ഞിട്ടാണ് നീ ഇവിടെ വന്ന് കിടന്ന് ഉറങ്ങുന്നേ. എഴുന്നേറ്റ് അടുക്കള പണിയിടുന്ന് പറയാ. എന്റെ പൊന്നേട്ടത്തി, ഇന്നലെ തന്നെ പണിയെടുത്ത് നടുപൊടിഞ്ഞു. മനുഷ്യൻ ഒരു പരുവായിട്ടിരിക്കുക, ഇനി അടുക്കള കയറാനായിട്ടാ. എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ കയറില്ല. അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മൾ രണ്ടും ഏറ്റേക്കുന്ന കാര്യമല്ലേ ഇത്, ഇവിടുത്തെ പണികളൊക്കെ ചെയ്തേക്കാന്ന്. എങ്ങനെ ശരിയാവുമെന്ന് പറ, എന്നെ കൊണ്ട് വയ്യാന്ന് പറഞ്ഞില്ലേ. ഒരു കാര്യം ചെയ്യാം, ആ മീനാക്ഷിനെ എങ്ങനെ വിളിക്കാൻ പറയണം. അതൊന്നും ശരിയാകത്തില്ല, മീനാക്ഷി ഇടയ്ക്കിടയ്ക്കല്ലേ വരുന്നുള്ളൂ. അത് ഏട്ടത്തേനല്ലേ വരണ്ടാന്ന് പറഞ്ഞേ. അത് പിന്നെ അപ്പോഴത്തെ ഇതിൽ ഞാൻ പറഞ്ഞല്ലേ, തെറ്റ് ആര് കണ്ടാലും ഞാൻ പ്രതികരിക്കും. അതുകൊണ്ടാണ് ഞാൻ മീനാക്ഷിയോട് പിന്നെ വരണ്ടാന്ന് പറഞ്ഞേ. ആ നയന ഇവിടെ ഉണ്ടായിരുന്ന സമയത്താണെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു ജലജ പറയാ. പിന്നെ ഇപ്പൊ നീയും നനയുടെ പക്ഷത്ത് ഇരുന്നോ? അങ്ങനെയല്ല, അവളുടെ നമ്മളൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴാണെങ്കിലോ എല്ലാ ജോലികളും ചെയ്യുന്നുണ്ട്. ആഹാരം എല്ലാം ഉണ്ടാക്കിക്കൊണ്ട് വെച്ച് കഴിയുമ്പോൾ അതിന് രുചിയില്ലെന്ന് അവരെല്ലാം പറയണേ. ഈ സമയം ദേവേനെ പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ. പക്ഷെങ്കില് ഇനിയിപ്പൊ നമുക്കൊരു കാര്യം ചെയ്താലോ? ഇനി അവർ രുചിയില്ലെന്ന് ആഹാരത്തിന് പറയുവാണെങ്കിൽ നമുക്ക് പറയാം, അന്നൊരു കാര്യം ചെയ്യാം, ഇനി മുതൽ ഞങ്ങൾ ഉണ്ടാക്കുന്നില്ല, വേറെ ആരാന്ന് വെച്ചാൽ വിളിച്ച് ഉണ്ടായിക്കോ, അതൊന്ന് മീനാക്ഷിനെ വിളിക്കാം. അങ്ങനെ പറഞ്ഞാലോ? എങ്ങനെയുണ്ട് അതിന്റെ ഐഡിയ എന്ന് ചോദിക്കാം. ഐഡിയ ഒക്കെ നിന്റെ കൊള്ളാം, പക്ഷെ അതൊന്നും വർക്കാവുന്ന ലക്ഷണം കാണുന്നില്ല. ഒരു കാര്യം ചെയ്യാം, നീ ഇപ്പൊ അടുക്കളയിലേക്ക് വാ. എന്റെ പൊന്നേട്ടത്തി, ആ നയനെ എങ്ങനെ തിരിച്ചു വിളിക്കാൻ നോക്ക്. അതോ ഞാൻ നോക്കിയിട്ട് രക്ഷ കാണുന്നുള്ളൂ, അല്ലാതെ വേറെ രക്ഷ ഞാൻ കാണുന്നില്ല. അടുക്കള കിടന്ന് എത്രയെന്ന് വെച്ചാൽ എങ്ങനെ പണിതും മടുക്കുന്നത്. മനുഷ്യന് പ്രാന്തെടുക്കാൻ തുടങ്ങി. ഇന്ന് ഇങ്ങനെയൊക്കെ തന്നെയാണെങ്കിൽ മിക്കവാറും വീട് വിട്ട് പോകേണ്ട വരും. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ജന്മത്തില് നമ്മൾ ഭയങ്കര സുഖിച്ച് ജീവിച്ചവരാന്ന് തോന്നേ. അതുകൊണ്ടല്ലേ ഈ ജന്മത്തിൽ ഇങ്ങനെ കിടന്ന് കഴുതയെപ്പോലെ കിടന്ന് പണിയെടുക്കുന്നേ. അതെ, കൂടുതൽ പ്രസംഗമൊന്നും വേണ്ട, നീ ഇങ്ങോട്ട് വരാൻ പറയണം എന്നും പറഞ്ഞ് ദേവേനെ ഇങ്ങോട്ട് പോവാ. എന്റെ പൊന്നെ എന്നും പറഞ്ഞുകൊണ്ട് ജലജ ദേവേനോട് കോക്കറി കുത്തി കാണിക്കുവാണ്. കാരണം ജലജയ്ക്ക് അങ്ങോട്ട് ഭ്രാന്തെടുക്കാൻ തുടങ്ങിയായിരുന്നു. കുറെ കാലത്തിന് ശേഷമല്ലേ ഇങ്ങനെ ജോലികളൊക്കെ ചെയ്യുന്നേ. പിന്നീട് ആദർശ് ലാപ്ടോപ്പിൽ ഓരോ ജോലികളൊക്കെ ചെയ്തോണ്ടിരിക്കുക. ഈ സമയത്ത് കനക അങ്ങോട്ട് കടന്നു വരുന്നേ. എന്നാ ആദർശമാനെ കാച്ചിയ എണ്ണയെന്ന് വേണം. അതെ, നൈനമോൾ ഉണ്ടായിരുന്ന സമയത്ത് ഇതൊക്കെ നോക്കിയും കണ്ട് ചെയ്യുമായിരുന്നു. പക്ഷെ നിന്റെ അമ്മയ്ക്ക് ഇതിനെക്കുറിച്ചൊന്നും യാതൊന്നും അറിയില്ലാന്ന് തോന്നേ, അല്ലെങ്കിൽ ശ്രദ്ധിക്കാറില്ലാന്ന് തോന്നേ. അതാന്ന് പറഞ്ഞിട്ട് എണ്ണയും വെച്ചിട്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയം ദേവേനെ അങ്ങോട്ട് കയറി വരുന്നേ. ദേവേനെയും കണ്ടു കനക വന്നിട്ട് എണ്ണയൊക്കെ വെച്ചിട്ട് പോകുന്നത്. പെട്ടെന്ന് ദേവേനെയും വന്നിട്ട് ചോദിച്ചു, അല്ല അവൾ എന്താ പറഞ്ഞേന്ന് ചോദിക്കുവാണ്. ആരെ? എടാ കനക എന്താ പറഞ്ഞേന്ന്? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, എണ്ണ കാച്ചിക്കൊണ്ട് തരാൻ വന്നാ. എണ്ണ കാച്ചിക്കൊണ്ട് തന്നില്ലെങ്കിൽ ഇപ്പൊ നീ എണ്ണ തേക്കത്തില്ലായിരിക്കും. അതമ്മേ, നയന ഉണ്ടായിരുന്ന സമയത്ത് കൃത്യസമയത്ത് തന്നെ എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തന്നേരം ഞാൻ ഒന്നും പറയേണ്ട ആവശ്യമില്ല. എണ്ണയുടെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലാണെങ്കിലും. അപ്പം നിനക്കിപ്പോ എന്താ അവൾ ഇങ്ങോട്ട് വരണമെന്നുണ്ടോന്ന് ചോദിക്കുക. അല്ലമ്മേ, അങ്ങനെയല്ല. അങ്ങനെ ഒരു കാര്യം ചെയ്യ,
നീ വിളിച്ചോണ്ട് പോരെ, അവൾ ഇവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞിട്ടല്ലോ പോയത്, പിന്നെ എന്താ കുഴപ്പമിരിക്കുന്നത്? അതുകൊണ്ട് നീ അവളെ പോയി വിളിച്ചോണ്ട് ഞാൻ പറയണം. ഇത് കേട്ട ആദർശനേ, ഞാൻ അങ്ങനെ വിളിച്ചോണ്ട് വരാൻ പോകുന്നില്ല. അതെന്താടാ? അവൾക്ക് ഇഷ്ടമുള്ളിടത്തോളം നിൽക്കട്ടെ. ഓ, അപ്പൊ ഇനിയിപ്പം ഞാൻ വിളിക്കാത്തോണ്ടാണോ? അങ്ങനെയൊന്നും ഇല്ലമ്മേ, അവൾ ഇനി കുറച്ചു ദിവസം അവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോ ഇവിടെ വന്നാൽ അവൾക്ക് ഈ പണി മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് അവളവിടെ നിൽക്കട്ടെ എന്ന് ചോദിക്കുക. ഓ, അങ്ങനെ. അപ്പൊ നിന്റെ ഭാര്യ ഇവിടെ വന്നൊരു വേലക്കാരുടെ സ്ഥാനോ, അതുകൊണ്ടായിരിക്കും നിനക്ക് വിളിക്കാത്ര മടി. അല്ലമ്മ, അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അന്നൊരു കാര്യം നീ മനസ്സിൽ വിചാരിച്ചോ? മനസ്സിൽ വെച്ചോ, ഞാനായിട്ട് നിന്നോട് ഇനി വിളിക്കാൻ പറയുന്നില്ല. നിനക്ക് നിന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. പിന്നെ അവൾ ഇങ്ങോട്ട് വന്നാലും കുഴപ്പമില്ല, വന്നില്ലേലും കുഴപ്പമില്ല, എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിലും എനിക്ക് അവളെ വിളിക്കണമെന്ന് ഒരു നിർബന്ധമൊന്നുമില്ല. ഇവിടെ ജോലി ചെയ്യാനായിട്ട് ഞാനും ജലജയുണ്ടല്ലോ, ഞങ്ങൾ രണ്ടുപേരും കൂടെ ജോലി ചെയ്തോളാം. ഇനിയിപ്പോൾ ആ കാര്യത്തിൽ ആർക്കും ഒരു വിഷമം വേണ്ട. ഇങ്ങനെ പറയുമ്പോഴും ദേവേന്റെ ഉള്ളു കേഴുമായിരുന്നു. കാരണം ദേവേനെ ആദർശയോടൊന്ന് പറഞ്ഞു നോക്കി അവളെ പോയി കൂട്ടിക്കൊണ്ട് വരുവാന്ന്. അങ്ങനെ കൂട്ടിക്കൊണ്ട് വരുവാണെങ്കിൽ രക്ഷപ്പെട്ടല്ലോ എന്നൊരു ചിന്തയുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, ആദർശനെ കൂട്ടിക്കൊണ്ട് വരുവല്ലെന്നും പറഞ്ഞു. ആകെപ്പാടെ പെട്ടുപോയി. ഇനിയിപ്പോ ഒരു രക്ഷയില്ല. അടുക്കള കിടന്ന് തന്നെ പണി ചെയ്യുക രക്ഷയുള്ളൂ. അങ്ങ് പോയി ചോദിക്കാനും പറ്റത്തില്ലല്ലോ അവളോട് ഇങ്ങോട്ട് വരുന്നുണ്ടോന്ന്. ആകെപ്പാടെ നാണക്കേടായി പോവല്ലേ. എന്ത് ചെയ്യാന്നോർത്തിട്ട് ദേവേനെ ഇങ്ങോട്ട് പോവാണ്. ഈ സമയം ആദർശ് ഇങ്ങനെ വിചാരിച്ചു, അവളെ ഒന്ന് വിളിച്ചു നോക്കിയാലോ, അവള് വരുന്നുണ്ടോന്നറിയാം. അങ്ങനെ ആദർശ് നയനെ വിളിക്കണം. നയനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ, മീനാക്ഷി ചേച്ചി ഇവിടെ ഇല്ലാന്ന് പറയണം. അതിനിപ്പോ എന്താ? മീനാക്ഷി ചേച്ചി ഇല്ലെങ്കിൽ കുഴപ്പമെന്താ? മീനാക്ഷി ചേച്ചി നേരത്തെ അവിടെ ഇല്ലായിരുന്നല്ലോ, ഇടയ്ക്കിടയ്ക്കല്ലേ വന്നോണ്ടിരുന്നേ. അതിനിപ്പോ എന്താ ആദർശേട്ടാ കുഴപ്പം? അല്ല, നീ ഇങ്ങോട്ട് വരുന്നില്ലേന്ന് ചോദിക്കോ. ഓ, മീനാക്ഷി ചേച്ചി ഇല്ലാത്തോണ്ടാണ്, അടുക്കളപ്പണിയായിട്ട് ആളില്ലല്ലേ, അപ്പൊ ഒരു വേലക്കാരുടെ ആവശ്യമുണ്ടല്ലേ, അതുകൊണ്ടല്ലേന്ന് ചോദിക്കുക. അങ്ങനെ വേലക്കാരി ആയിട്ട് ഇനി ഞാൻ അങ്ങോട്ട് വരുന്നില്ല. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ എനിക്കൊരു ഭാര്യയുടെ സ്ഥാനം കിട്ടണം, അല്ലെങ്കിൽ ഒരു മരുമാള സ്ഥാനം കിട്ടണം. ഇത് രണ്ടിലേതെങ്കിലും ഒന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അങ്ങോട്ട് വരുന്നുള്ളൂ എന്ന് പറയാം. ഇത് കേട്ടതും ആദർശ്, ഓ അങ്ങനെയാണ്, അന്നാ നീ വരണ്ട, നീ അവിടെ നിന്നോളാൻ പറയാണ്. പിന്നെ നീ വരുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ അവിടെ നിന്നോളാൻ പറയാൻ വേണ്ടി വിളിച്ചാ? ഓ അങ്ങനെയാണോ? എന്നോട് അവിടെ നിന്നോളാൻ പറയാൻ വേണ്ടി വിളിച്ചാണോ? എന്നാ ശരി, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം, അങ്ങോട്ട് വരുന്നില്ല. പറഞ്ഞു കേട്ടല്ലോ, കുറെ ദിവസമാണ് ഞാൻ ഇവിടെ നിൽക്കും. ആദർശേട്ടന് എപ്പോഴും എന്നോട് ഭാര്യയായിട്ട് അംഗീകരിക്കാൻ പറ്റുന്നെങ്കിൽ അപ്പോഴെന്നെ വിളിച്ചാൽ മതി, അല്ല ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറയാം. ഇത് കേട്ടത് ആദർശ്, ശരി ആയിക്കോട്ടെ എന്ന് പറയാണ്. പെട്ടെന്ന് അതിനെ ഇങ്ങോട്ട് കോള് കട്ട് ചെയ്തു. ആദർശ് അത്രയും പ്രതീക്ഷിച്ചില്ല. വേണ്ടായിരുന്നു, ഇനി അവളെ എങ്ങനെ പോയി വിളിച്ചോണ്ട് വരുന്നേ? അവൾ വന്നില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും തോന്നേ. പിന്നീട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയത്ത് ആദർശ് വന്നിരിക്കുവാണ്. അപ്പൊ ആദർശിന് ചപ്പാത്തി മുട്ടക്കറിയൊക്കെ കരയെ വിളമ്പി കൊടുത്തോണ്ടിരിക്കുക. എങ്ങനെയാ മോനെ, രുചിയുണ്ടോ എന്ന് ചോദിക്കാം. കുഴപ്പം, നല്ല ടേസ്റ്റ് ആണെന്ന് പറയാണ്. ഈ സമയത്ത് ജലജയ ദേവേനും വന്ന് കഴിക്കാനിരുന്നു. അപ്പോഴാണ് മുത്തശ്ശിയുടെ വരവ്. ഇങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും വന്ന് ഇരുന്നിപ്പം ചോദിച്ചു, അല്ല കനക ഇരുന്നില്ലേ, ഇതെന്താ ഇവർ രണ്ടുപേരും നേരത്തെ കയറിയിരിക്കണമെന്ന് ചോദിക്കണേ. അവരിരുന്നോട്ടെ മൂർത്തി സാറെ, കുഴപ്പമൊന്നുമില്ല. അല്ല, ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത്, അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങ് വിളമ്പി കൊടുത്തേക്കാന്ന് വെച്ചു. അവര് കഴിച്ചോട്ടെ എന്ന് പറയണം. ഓഹോ, അപ്പം കനകയോട് അടുക്കള കയറണ്ടെന്ന് വെച്ചാൽ അടുക്കള കയറിയല്ലേ നിൽക്കണം. അല്ല പിന്നെ അവര് താമസിച്ചല്ലേ എഴുന്നേറ്റ് തന്നെ. അതെന്താ ജലജ, നിങ്ങൾ താമസിച്ച് എഴുന്നേറ്റെന്ന് ചോദിക്കാം. അല്ല പിന്നെ അച്ഛാ, ഇന്നലെ ഒത്തിരി ലേറ്റ് ആയിട്ടാ കിടന്നത്. 10-12 മണിയായി അടുക്കളയിലെ ജോലികളൊക്കെ തീർന്നു കഴിഞ്ഞപ്പം. അത് കഴിഞ്ഞ് രാവിലെ എഴുന്നേക്കാൻ പറ്റണ്ടേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പം ദേവേനോട് ശരിയാന്നുണ്ട്. പോരാത്ത ഏട്ടത്തിക്കാണെങ്കിലോ, ഏട്ടത്തിക്ക് ഭയങ്കര ദേഹവേദനയും തലവേദനയൊക്കെ ആണെന്നും പറഞ്ഞ് ഏട്ടത്തിയും കിടക്കുമായിരുന്നു. അത് എനിക്ക് മാത്രമല്ല ജലജയ്ക്കും ഉണ്ടായിരുന്നു പറയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുക. ഈ സമയം മുത്തശ്ശൻ പറഞ്ഞു, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, അടുക്കളയിലെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യണമെന്ന് പറയാം. അതൊക്കെ ശരി തന്നെ വെച്ചാ, പിന്നെ ഈ അടുക്കളയിലെ കാര്യങ്ങൾ ചെയ്യുന്ന പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം എത്രയൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഫുഡ് ഉണ്ടായിക്കൂടെ തരുമ്പോൾ നിങ്ങൾ ഇല്ലെന്നല്ലേ പറയണേ. ഓ, അങ്ങനെ രുചിയില്ലെന്ന് പറയണമെങ്കിൽ രുചിയില്ലാത്തതുകൊണ്ട് തന്നെയല്ലേ പറയണേ. അതിനകത്ത് ഇപ്പം വലിയ തെറ്റ് പറയാനൊന്നും ഇല്ലല്ലോ ജലജയെന്ന് മുത്തശ്ശി പറയാണ്. ഈ സമയം ആദർശിന്റെ അച്ഛൻ പറഞ്ഞു, എന്തായാലും ഇവര് രാവിലെ അടുക്കള കയറാത്ത ഭാഗ്യം. കാരണം രാവിലെ എങ്കിലും രുചി കളിച്ചിട്ട് ഫുഡ് കഴിക്കാൻ പറ്റി, അല്ലായിരുന്നെങ്കിൽ രാവിലെയും പെട്ടുപോയെന്ന് പറയാ. ഇത് കേട്ടപ്പോ ദേവേന് പറഞ്ഞു, അങ്ങനെ ഒരു കാര്യം ചെയ്യാം, ഇനിയിപ്പം ഞങ്ങളായിട്ട് ഉണ്ടാക്കുന്നില്ല, പ്രശ്നം തീർന്നില്ലേ, ഞങ്ങൾ അടുക്കള കയറിട്ടല്ലേ രുചിയില്ലാത്ത ഫുഡ് കിട്ടുന്നേ. പെട്ടെന്ന് ജലജ പറഞ്ഞു, അതൊരു കാര്യം ചെയ്യാം, മീനാക്ഷിനെ വിളിക്കാന്ന് പറയാണ്. മുത്തശ്ശൻ പറഞ്ഞു, അതിന്റെ ആവശ്യം എന്താ? മീനാക്ഷിനെ പറഞ്ഞു വിട്ട ആരാ? നിന്റെ അടുത്തിരിക്കുന്നോളല്ലേ, നിന്റെ ഏട്ടത്തിയമ്മ തന്നെയല്ലേ പറഞ്ഞു വിട്ടെ. അതുകൊണ്ട് ഇനിയിപ്പൊ അവളെ വിളിക്കണ്ട, അവൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടല്ലോ, അത് മതി, അങ്ങനെ വന്നാ മതി. അല്ലാതെ ഇനിയിപ്പൊ മീനാക്ഷിനെ വിളിക്കേണ്ടെന്ന് പറയാണ്. ആ പ്രതീക്ഷ രണ്ടുപേരുടെയും പോവാണ്. മുത്തശ്ശി പെട്ടെന്ന് ചോദിച്ചു, അല്ല ജയനുള്ള ഫുഡ് എടുത്തു വെച്ചോന്ന് ചോദിക്കുകയാണ്, കൊണ്ടുപോകാനുള്ള. പെട്ടെന്ന് ഇങ്ങനെ കിടന്ന് ഉരുളുവാണ് ദേവേനെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല. ദേവേനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. ഈ സമയം ജയൻ പറഞ്ഞു, അല്ല എനിക്ക് വേണ്ട ഉച്ചക്കത്തോളം, ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാം. ഞാൻ കനകയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാന്ന്. അല്ലെങ്കിൽ മിക്കവാറും അതും കൂടെ കനക ഉണ്ടാക്കി തരേണ്ട വരുമെന്ന് പറയാണ്.
ദേവേനെ അങ്ങ് നാണം കെട്ടിരിക്കുകയാണ്. കാരണം സ്വന്തം ഭർത്താവിന്റെ കാര്യം ഇത്രയും കാലം നയനമോളെ രാവിലെ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്തു വെച്ചുകൊണ്ടിരുന്നു, പിന്നെ ടിഫിനൊക്കെ എടുത്ത് ബാഗിനകത്ത് വെച്ചുകൊണ്ടിരുന്നു. അതൊന്നും ദേവേനെ അറിയത്തില്ല. ദേവേനെ കൃത്യസമയത്ത് എഴുന്നേറ്റ് വരുന്നു, ഒരുങ്ങി കിട്ടി അവിടെ അങ്ങ് വന്നിരിക്കുന്നു കൊച്ചമ്മയെ പോലെ. എന്നിട്ട് പിന്നെ അങ്ങോട്ട് കൽപ്പിക്കുക മാത്രമേ ചെയ്തുകൊണ്ടിരുന്നേ. ഇപ്പോഴാണ് ശരിക്കും മനസ്സിലായത്. ഈ സമയം മുത്തശ്ശൻ പറഞ്ഞു, ഞങ്ങൾ എന്താണേലും ഇന്ന് നയനമോളുടെ വീടിൻ്റെ അടുത്തൂടെയൊക്കെ പോകുന്നുണ്ട്. അവിടെ കുറച്ച് വീടൊക്കെ കല്യാണം വിളിക്കാനുണ്ട്. അപ്പൊ നയനമോളെയും കൂടെ കാണാനായിട്ട് അവിടെ കയറുന്നുണ്ടെന്ന് പറയാം. ഇത് കേട്ടോ ആദർശന് സന്തോഷമായി. അങ്ങനെയാണെങ്കിൽ മുത്തശ്ശൻ മിക്കവാറും നയനയും കൂട്ടിക്കൊണ്ട് വരും. ഈ സമയം അവരുടെ ജലജയുടെ കനകയുടെ മനസ്സിൽ പ്രതീക്ഷകളുണ്ടായിരുന്നു. കനകയ്ക്കാണെങ്കിൽ ഒരു പക്ഷെ ആദർശമാരെ കൂട്ടിക്കൊണ്ട് വരണമെന്നൊരു പ്രതീക്ഷ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സമയം ദേവേനെ ഓർത്തു, അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഇന്ന് അച്ഛൻ മിക്കവാറും അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരും. ആ ഒരു സന്തോഷത്തിലായിരുന്നു. പക്ഷേങ്കിൽ മുത്തശ്ശൻ പറഞ്ഞു, നയനമോളെ കാണുന്നുണ്ട്, പിന്നെ ഇനിയിപ്പോൾ അവളെ കൂട്ടിക്കൊണ്ട് വരണോ ഇല്ലയോ എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ലെന്ന് പറഞ്ഞാണ്. ഈ സമയം ദേവേനെ പറഞ്ഞു, അല്ല അച്ഛനമ്മയും പോകുന്നുണ്ടെങ്കിൽ അവളുടെ അടുത്തുനിന്ന് കയറിയിട്ട് പോരെ. ഇനിയിപ്പോൾ അവള് വരണമെന്നെങ്ങാനും പറയുവാണെങ്കിൽ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോരെ. അത് നല്ലൊരു കാര്യമല്ലേ എന്ന് പറയാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശൻ പരസ്പരം നോക്കുവാണ്. ആദരം ശരിയാണ്, മുത്തശ്ശൻ പോകുന്നുണ്ടെങ്കിലേ അവളുടെ അടുത്ത് കയറുവാണെങ്കിൽ അവള് വരുവാന്ന് പറയാൻ കൂട്ടിക്കൊണ്ട് പോരെ. ഇനിയിപ്പം അവൾക്ക് ഇങ്ങോട്ട് വരാൻ താല്പര്യം ഉണ്ടെങ്കിലോ എന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, നോക്കട്ടെ, അവളുടെ നയനമോളുടെ അടുത്ത് കയറിയിട്ട് അവൾക്ക് ഇഷ്ടമാണ് മാത്രം കൂട്ടിക്കൊണ്ട് വരും, ഇല്ലെങ്കിൽ ഞങ്ങൾ കൂട്ടിക്കൊണ്ട് വരില്ല എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ആദർശിരിക്കുകയാണ്. പിന്നീട് ആദർശിന് ഒരു കാര്യം മനസ്സിലായി, ഇങ്ങനെ പോയിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് അവൾ ഇങ്ങോട്ട് തിരിച്ചു വന്നേ മതിയാവുള്ളൂ. അപ്പോൾ അത് എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്തണമെന്ന് ആദർശ് മനസ്സിൽ കരുതുക. അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.